ഹേ ഗായ്സ്, വെൽക്കം ടു ഇൻകാനോറ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബ്ലൂ തീമിലുള്ള ജേണലാണ്. സോ കുറേ തീംസിൽ ഞാൻ ജേണൽസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് എങ്ങനെയാണ് DIY ആയിട്ടൊരു ജേണൽ സപ്ലൈ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമ്മളൊരു വൈറ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് അതിനെ ഏതെങ്കിലും ഒരു ഷേപ്പിൽ നമുക്ക് കീറുക. ദെൻ വാട്ടർ കളർ ബ്ലൂ തീം ആയതുകൊണ്ട് തന്നെ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വയലറ്റ് ടിഷ്യൂ ആഡ് ചെയ്തിട്ട് അവിടെ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ഈ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ഫ്ലവർ സ്റ്റാമ്പ്സ് ഇല്ലേ, അത് നമ്മൾ വരച്ചെടുക്കാൻ പോവാണ്. സോ ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂ കളറിലും ഞാൻ മാർക്കർ വെച്ച് റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്യൂട്ടായിട്ടുള്ള 2 ഫ്ലവേഴ്സ് ബ്ലാക്ക് മാർക്കർ വെച്ചിട്ടാണ് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റാമ്പ്സ് പോലെ നമുക്ക് കിട്ടും. ഇനി അതിന് ശേഷം ഞാൻ ചെയ്യാൻ പോണത് ഒരു ചെറിയ ഒരു ഗ്രിഡ് പോലത്തെ ഒരു കാര്യമാണ്. ജേണൽസിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണല്ലോ ഗ്രിഡ്. നോർമലി ബ്ലാക്ക് ആണ് നമ്മൾ ചെയ്യാറ്, പക്ഷെ ഇവിടെ ഞാൻ ബ്ലൂ തീം ആയതുകൊണ്ട് തന്നെ ബ്ലൂ കളർ ഗ്രിഡ്സ് ഞാൻ ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ചുകൂടെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സ് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. സോ ഇത് ഗ്രിഡ് ആയി കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിസേഴ്സ് വെച്ച് മുറിച്ചു കേട്ടോ, ബുക്കിൽ വെക്കുമ്പോൾ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ക്യൂട്ട് ബട്ടർഫ്ലൈ ആണ് വരച്ചു കൊടുക്കുന്നത്. നമുക്കത്ര പെർഫെക്ഷൻ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിമ്പിളായിട്ട് വരയ്ക്കാം. സോ ഞാൻ ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് ഫുള്ളി ബട്ടർഫ്ലൈനെ കളർ ചെയ്തിട്ട് ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒരു കുഞ്ഞു ഷെയ്ഡിങ്സ് ഒക്കെ കൊടുത്തു. അതിനുശേഷം ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ബട്ടർഫ്ലൈ റെഡിയാവും. ആൻഡ് ഇത് ഇങ്ങനെ ഒട്ടിക്കുന്നത് കാണാൻ നമുക്ക് അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ. സോ ഞാൻ ഇതുകൂടെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ആൻഡ് കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എസ്തെറ്റിക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ വൈറ്റ് പോർഷൻ എപ്പോഴും വിടുന്നതായിരിക്കും നല്ലത്. അറ്റം നോക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര ഭംഗി ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. അപ്പോൾ കുറച്ച് വൈറ്റ് പോർഷൻ നമ്മുടെ പേപ്പറിൽ വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഭംഗി നമുക്ക് പിക്ചേഴ്സിനോ സ്റ്റാമ്പ്സിനോ എന്തിനായാലും വരും. സോ ഇത്രയും കുഞ്ഞു കുഞ്ഞു സപ്ലൈസ് ആണ് ഞാൻ വരച്ചുണ്ടാക്കുന്നത്. ദെൻ നമ്മൾ ജേണൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ വെക്കണത് നമ്മുടെ ഈ ബ്രൗൺ കവേഴ്സ് ആണ്. ഇത് നമ്മൾ ഫുഡ് പാക്ക് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ സെപ്റ്റോന്റെ കവേഴ്സോ ഇൻസ്റ്റാമാർട്ടിന്റെ കവേഴ്സോ ഒക്കെ നമുക്ക് ഈ ഒരു കളറാണ്. അത് ഈസിലി അവൈലബിൾ ആണല്ലോ. സോ അത് ഏതെങ്കിലും ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുക. ദെൻ ബുക്കിന്റെ മേലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം കളർ ചെയ്ത പേപ്പർ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ നോർമൽ ആയിട്ടുള്ള ഒരു വൈറ്റ് പേപ്പറാണ്, ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമാണല്ലോ. സോ വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ നമ്മൾ വരച്ച ഗ്രിഡ് ആണ് നെക്സ്റ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നടുവിൽ നമുക്കൊരു സ്പേസ് ചെറുതായിട്ട് വരും, അത് നമുക്ക് ശരിയാക്കാം. ദെൻ നമ്മുടെ ഫ്ലവർ സ്റ്റാമ്പ്സ് ഇല്ലേ, അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നടുവത്തെ സ്പേസ് ഞാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ വാട്ടർ കളർ വെച്ച് ജസ്റ്റ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഡാർക്ക് ഷെയ്ഡിലാണ് ഞാൻ പെയിന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വൈറ്റ് പേപ്പർ നമുക്ക് അങ്ങനെ ബ്ലാങ്ക് ആയി വിടണത് അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ. സോ വൈറ്റ് പേപ്പർ ഞാനിങ്ങനെ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്ലൂ കളർ വെച്ചിട്ട് തന്നെ. വാട്ടർ കളേഴ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നതും. അതിനുശേഷം നമ്മുടെ ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ രണ്ടാമത്തെ ഫ്ലവർ സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ പേപ്പർ നല്ല ഫില്ലായിട്ട് കിട്ടും. പിന്നെ സ്പേസസിലൊക്കെ നമുക്ക് കോട്ട്സ് എഴുതാം, അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ഡ്രോയിങ്സ് ചെയ്യാം. ബ്ലൂ തീം ആയതുകൊണ്ട് തന്നെ ഞാൻ ബ്ലൂ എന്ന് ജസ്റ്റ് എഴുതി കൊടുക്കുന്നുണ്ട് വെറുതെ. അതേപോലെ തന്നെ ഓരോരോ ഹാങ്ങിങ് പോലെ പൂക്കൾ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബോർഡേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അത്രയേ ഉള്ളൂ, നമ്മുടെ ജേണൽ ഫിനിഷായി. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് ഇതേപോലെ എന്താണ് ചെയ്യേണ്ടതെന്ന് കമന്റ് ചെയ്യുക.